അപ്പോൾ ഇന്നൊരു വൈൻ ഉണ്ടാക്കാൻ പോവാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു. ക്രിസ്മസിന് ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കി വിജയിച്ചൊരു വൈനാണ് കേട്ടോ. അപ്പോൾ വൈൻ്റെ റെസിപ്പീസൊക്കെ നോക്കിക്കോളൂ. ഗ്രേപ്സ്, കറുവപ്പട്ട, ഗ്രാമ്പൂ, പഞ്ചസാര, ഈസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഒരു പാൻ എടുത്തത് ചൂടാക്കി അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടത് ക്യാരമലൈസ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് അത് ഏകദേശം ഒന്ന് ക്യാരമലൈസ് ആയി. അപ്പം തന്നെ ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കുറച്ച് ഗ്രേപ്സ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും തന്നെ ഒഴിക്കണ്ട കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മുഴുവൻ മുന്തിരി ഞാൻ ആ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ പഞ്ചസാര ഏകദേശം ഒരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലൊരു ഗോൾഡൻ കളറിലോട്ട് മാറി. ആദ്യം ഇതൊരു ഗോൾഡൻ കളറായിരുന്നു, പിന്നെ അത് വേറൊരു ടൈപ്പ് ഓഫ് നല്ലൊരു ഓറഞ്ച് ബ്രൗൺ കളറിലോട്ട് മാറി. അത് കഴിഞ്ഞ് കറുവപ്പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആഡ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ച സാധനം ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. വട്ടത്തിൽ ഇളക്കാൻ പാടില്ല, ഞാൻ അറിയാതെ വട്ടത്തിൽ ഇളക്കിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലോട്ട് നമ്മളിങ്ങനെ കയ്യിലും കൊണ്ടാട്ടോ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടില്ല. അതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മെല്ലെ പതിയെ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുത്തു. അപ്പോൾ കുപ്പിയുടെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ വൃത്തിയുള്ളൊരു തുണി കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം വൃത്തിയുള്ളൊരു വെള്ള തുണി വെച്ചത് കെട്ടി ഒരു ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സൂചി, ഗോതമ്പും ഈസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് അത് കെട്ടി വൃത്തിയാക്കിയിട്ട് ഒരു 6 മാസം വെയിറ്റ് ചെയ്യണം. 6 മാസത്തിന് ശേഷം നമുക്കത് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.